നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഹൈബ്രിഡ് ഇനങ്ങൾ, അതായത് കുറച്ചുകൂടി മികച്ച ഒരു ഇനത്തെ നമ്മൾ വാർത്തെടുക്കുന്നതാണ്. അത് തന്നെയാണ് കെമിസ്ട്രിയിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്യുന്ന ഒരു പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഷേപ്പും വ്യത്യസ്ത എനർജിയും ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആണ് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കൊരു പുതിയ സെറ്റ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കിട്ടുന്നു, ഹാവിംഗ് ഈക്വലന്റ് എനർജീസ് ആൻഡ് ഷേപ്സ്. ഏകദേശം ഒരേപോലെ തന്നെയുള്ള എനർജിയും ഷേപ്പുമുള്ള പുതിയ ഇനം അറ്റോമിക് ഓർബിറ്റലിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവിടെ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസ് വ്യത്യസ്ത ഷേപ്പും എനർജിയും ഉള്ളതാണെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, എസ് ഓർബിറ്റലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വി ഓൾറെഡി നോ ദാറ്റ് എസ് ഓർബിറ്റൽ ഹാവിംഗ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അതുപോലെ അടുത്തതായിട്ടുള്ള എടുക്കുന്ന ഓർബിറ്റൽ എന്ന് പറയുന്നത് പി ഓർബിറ്റൽ ആണെങ്കിൽ പി ഓർബിറ്റൽ നമുക്കറിയാം ഡംബൽ ഷേപ്പ് ആണ് പി ഓർബിറ്റൽ. ഇനി ഡംബൽ ഷേപ്പിലുള്ള പി ഓർബിറ്റൽ 3 ആക്സിസിലേക്ക് ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. 3 ആക്സിസ് ആണ് നമുക്കറിയാം, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസിലേക്കാണ് ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പി എക്സ് എന്ന് പറയും. വൈ ആക്സിസിലേക്കാണെങ്കിൽ പി വൈ എന്ന് പറയും. അതുപോലെ തന്നെ ഇസഡ് ആക്സിസിലേക്കാണ് എങ്കിൽ പി ഇസഡ് എന്ന് പറയും. ഓക്കെ, ഈ 3 ആക്സിസിലേക്ക് ഓറിയന്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കും പി ഓർബിറ്റലിന്. നമ്മൾ സിംപ്ലി അതിനെ പി ഓർബിറ്റലിനെ ഇങ്ങനെ 3 ഷെല്ലായിട്ട് കാണിക്കുന്നു. ആ 3 ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി എക്സ്, പി വൈ, പി ഇസഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഓർബിറ്റലായിട്ട് വേണമെങ്കിലും കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത്, എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഡംബൽ ഷേപ്പ് ഉള്ള പി ഓർബിറ്റലില് എക്സ് ആയിട്ട് പി എക്സ് ഓർബിറ്റലുമായിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ദെൻ പി എക്സും പി വൈയും 2 ഓർബിറ്റലുമായി കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് പി 2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. അപ്പോ 2 പി ഓർബിറ്റലും 1 എസ് ഓർബിറ്റലുമാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എസ് പി 2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഇനി 3 ഓർബിറ്റലും, അതായത് പി എക്സ്, പി വൈ, പി ഇസഡ് എന്ന് പറയുന്ന 3 ഓർബിറ്റലുമായിട്ടും കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എസ് പി 3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് 3 ഓർബിറ്റലും 3 പി ഓർബിറ്റലും പി എക്സ്, പി വൈ, പി ഇസഡും എസ് ഓർബിറ്റലുമായി കമ്പൈൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് എസ് പി 3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്ര ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ടുണ്ടോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. ഇവിടെ ടോട്ടല് 4 ഓർബിറ്റലാണ് നമുക്ക് ന്യൂ സെറ്റ് ആയിട്ട് കിട്ടുന്നത്. 3 പി ഓർബിറ്റലും 1 എസ് ഓർബിറ്റലും കമ്പൈൻ ചെയ്ത് 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസിനെ പറയുന്ന പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, ഇവിടെ എസ് പി 2 ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്നത് 3 സെറ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. 2 പി ഓർബിറ്റലും 1 എസ് ഓർബിറ്റലും. ഇവിടെ 1 പി ഓർബിറ്റലും 1 എസ് ഓർബിറ്റലും നമുക്ക് കിട്ടുന്നത് 2 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഹൈബ്രിഡൈസേഷനെ പറയാം? ദ ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ് and energies to get an equal number of hybrid orbitals having equivalent energies and shapes. നമുക്ക് കിട്ടുന്ന ന്യൂ സെറ്റ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഒരേ ഷേപ്പും ഒരേ എനർജിയും ആയിരിക്കും. ഇതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. 2 ലോബ്സ് ഉണ്ട്. ഈ 2 ലോബ്സില് ഒരു ലോബ് വലുതും ഒരു ലോബ് ചെറുതുമായിരിക്കും. ദാറ്റ്സ് ബിക്കോസ് കിട്ടുന്ന ഓർബിറ്റലിൽ, ഇതിനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡ് ഓർബിറ്റലില് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് കുറച്ച് നീങ്ങിയിരിക്കും. ഒരു സൈഡിലേക്കായിരിക്കും അത് കുറച്ചുകൂടി ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, ഒരു സൈഡിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ലോബിന് സൈസ് കൂടുതലും ഇലക്ട്രോൺസ് ഇല്ലാത്ത ലോബിലെ സൈസ് കുറവുമായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ന്യൂ സെറ്റ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ,
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിന് ഡിഫറെന്റ് ഷേപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് 3 ഡയമെൻഷണൽ സ്പേസിൽ അതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. എന്താണ് ആ ജോമെട്രി? അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഹൈബ്രിഡൈസേഷൻ ഏതാണ് എന്നതാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പഠിക്കാം. നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെൻസീൻ ആണ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C6H6. ഇതാണ് ബെൻസീനിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്, C6H6. ഹൈബ്രിഡൈസേഷൻ ഓഫ് ബെൻസീൻ ആണ് നമ്മൾ പഠിക്കുന്നത്, C6H6. അല്ല എങ്കിൽ ബെൻസീന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്. ഇതാണ് ബെൻസീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് ബെൻസീൻ എത്തിയത്? ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് സിംഗിൾ ബോണ്ടഡ് ആണ് എങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും, ഡബിൾ ബോണ്ടഡ് ആണ് എങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിന് sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഹൈബ്രിഡൈസേഷന്റെ തുടക്കം വരെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ബെൻസീൻ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം, ഇതൊരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്, ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് sp2 ഹൈബ്രിഡൈസേഷനിൽ അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ കിട്ടുന്നത് പ്ലാനാർ സ്ട്രക്ചർ ആണ്, എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ഹൈബ്രിഡൈസേഷൻ വഴി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം 6 കാർബൺ ഉണ്ട്, അതുകൂടാതെ ഓരോ ഹൈഡ്രജൻസ്, 6 കാർബണിലും ഓരോ ഹൈഡ്രജൻസ് ഉണ്ട്. ഹൈഡ്രജൻസ് പൊതുവെ നമ്മൾ എഴുതാറില്ല, ഹൈഡ്രജൻസ് ഇല്ലാതെ നമ്മൾ എഴുതിയ സ്ട്രക്ചർ ആണ് ബെൻസീന് കൊടുക്കാറ്. ഹൈഡ്രജൻ കൂടി ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ബെൻസീന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളൊരു കാർബൺ എടുക്കുകയാണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p2. ഈ p2 എന്ന് പറയുന്നത് px1, py1 നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പൊ pz അവിടെ ഇലക്ട്രോൺസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, അവിടെ ഇലക്ട്രോൺസ് ഇല്ല. ഇതാണ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ മോളിക്യൂളും ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് അത് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി ലോസ് ചെയ്തിരിക്കുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ അത് എനർജി അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കാർബൺ അവിടെ ഇങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ താഴെ ഈ എക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് രണ്ടും മീൻ ചെയ്യുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ്. സോ കാർബണിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കും. ലാസ്റ്റ് സെറ്റ് നമുക്ക് എഴുതുമ്പോൾ കൃത്യമായിട്ടത് എഴുതാം. 1s2, 2s1. ഈ s ഓർബിറ്റലിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ pz ഓർബിറ്റലിലേക്ക് പോകും. 2px1, y1, pz1. ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതൊരെണ്ണം എക്സൈറ്റ് ചെയ്ത് pz അറ്റോമിക് ഓർബിറ്റലിലേക്ക് പോകുന്നു. അപ്പൊ നമ്മളത് വരയ്ക്കാൻ നേരത്ത് px-ൽ ഒരെണ്ണം, py-ൽ ഒരെണ്ണം, pz-ല് ഒരു ഇലക്ട്രോൺ. ഇങ്ങനെയാണ് ഫിഷ് ഹൂക്ക് മോഡലിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി this carbon undergo sp2 hybridization. sp2 hybridization എന്ന് പറയുമ്പോൾ നമുക്ക് അതില് ഓർബിറ്റൽസ് വരച്ച് തന്നെ എഴുതാം. 2s1, sp2 hybridization.
this carbon undergo sp2 hybridization. Okay, and we get a new set of hybrid orbitals. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന hybridized orbitals. അവിടെ ഓരോ ഇലക്ട്രോൺസ്. അപ്പൊ ഇതാണ് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഡിഫറെന്റ് എനർജീസ് ആൻഡ് ഡിഫറെന്റ് സൈസ് ആണ് എസ് ഓർബിറ്റലും പി ഓർബിറ്റൽ. സോ ദീസ് ഡിഫറെന്റ് അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് to get a new set of orbitals, hybrid orbitals having equivalent energies and shapes. അങ്ങനെ നമുക്ക് sp2 hybridized orbitals കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് വരച്ചു നോക്കാം. ഹൈബ്രിഡ് ഓർബിറ്റലിനെ ഒരു കാർബൺ 6 കാർബണില് ഈ ഒരു കാർബണെ വരയ്ക്കുകയാണ് എങ്കിൽ ഇവിടെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നിൽക്കുകയാണ്. ഒന്ന്, sp2 ഹൈബ്രിഡ് 3 ഓർബിറ്റൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു സിംഗിൾ കാർബൺ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ സിംപിളി നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് ഇങ്ങനെ ഒരു 3 ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് കിട്ടി. അതിനകത്ത് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു കാർബൺ ആണ്. അപ്പോ ഈ 2 ഹൈബ്രിഡ് ഓർബിറ്റല് എന്ത് ചെയ്യുന്ന വെച്ചാൽ തൊട്ടടുത്തുള്ള കാർബണിലേക്ക് വിയോജിക്കും. ഇത് ഒന്നാമത്തെ കാർബൺ, 2, 3, 4, 5, 6. അപ്പൊ ഈ ഒരു ഒന്നാമത്തെ കാർബൺ എടുക്കുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് ഓർബിറ്റല് ഈ കാർബൺ, എല്ലാ കാർബണും ഇതുപോലെ 3 ഹൈബ്രിഡ് ഓർബിറ്റലും ഉണ്ട്. ഈ കാർബണും ഉണ്ട്. ഈ കാർബണിലെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റലുമായി യോജിക്കും. ഓക്കെ, അതുപോലെ തന്നെ 6th കാർബണിലെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റലുമായി അവിടെ യോജിക്കും. അങ്ങനെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് ഫസ്റ്റ് കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് കാർബണിന്റെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ അവിടെ നിൽക്കുകയാണ്. sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ അവിടെ നിൽക്കുകയാണ്. അത് തമ്മിലൊരു സിഗ്മ ബോണ്ട് അവിടെ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഫസ്റ്റ് കാർബൺ 6th കാർബണിന്റെയും sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായി യോജിക്കുന്നു. അവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഈ ഫസ്റ്റ് കാർബണിന്റെ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റലില് 2 ഹൈബ്രിഡ് ഓർബിറ്റല് തൊട്ടടുത്തുള്ള 2 കാർബണിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായി കമ്പൈൻ ചെയ്ത് ഓരോരോ സിഗ്മ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ഹൈബ്രിഡ് ഓർബിറ്റല് ഇവിടെ നിൽക്കുന്ന ഈ ഹൈഡ്രജന്റെ അറ്റോമിക് ഓർബിറ്റലുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 1 ആണ്, 1s1. അപ്പൊ അവിടെ ഒരു എസ് ഓർബിറ്റൽ ഉണ്ട്. ഹൈഡ്രജന്റെ എസ് ഓർബിറ്റലുമായി കാർബണിന്റെ ഈ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല് കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അവിടെയും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് ഹൈഡ്രജന്റെ അറ്റോമിക് ഓർബിറ്റലാണ്, എസ് ഓർബിറ്റലാണ്. അവിടെയും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോ 3 ഹൈബ്രിഡ് ഓർബിറ്റലും ഓരോ സിഗ്മ ബോണ്ട് വീതം ഫോം ചെയ്തു. 2 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ തൊട്ടടുത്തുള്ള 2 കാർബൺ ആറ്റവുമായി സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഒരു പി ഓർബിറ്റല് ഒരു ഹൈഡ്രജന്റെ എസ് ഓർബിറ്റലുമായിട്ടും സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ പി ഇസഡ് ഓർബിറ്റൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഓരോ കാർബണിലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഒരു പി ഇസഡ് അറ്റോമിക് ഓർബിറ്റൽ അവിടെ നിൽക്കുന്നുണ്ട്.
അങ്ങനെ 6 കാർബണിലും pz അറ്റോമിക് ഓർബിറ്റല് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ദാറ്റ് ലൈസ് എബോവ് ആൻഡ് ബിലോ ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി റിംഗ്. നമ്മൾ ഇതൊരു റിംഗ് ആയിട്ട് വരയ്ക്കുക. അങ്ങനെ ഓരോ കാർബണും, ഈ 6 കാർബണും ഇങ്ങനെ സിംഗിൾ ബോണ്ടുകൾ ഹൈഡ്രജനുമായിട്ടും തൊട്ടടുത്തുള്ള കാർബണുമായിട്ടും ഫോം ചെയ്ത് നിൽക്കുകയാണ്. നമുക്കത് ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ ഓരോ കാർബണും 6 കാർബണും തൊട്ടടുത്തുള്ള കാർബണുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് നിൽക്കുന്നു. അതുകൂടാതെ ഓരോ കാർബണിലും ഒരെണ്ണം ഹൈഡ്രജനുമായിട്ടും സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ ഒരു pz അറ്റോമിക് ഓർബിറ്റൽ നിൽക്കുന്നുണ്ട്. അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റൽ. അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റല് എല്ലാ കാർബണിലും നിൽക്കുന്നുണ്ട്. ഈ അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റലാണ് ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സിംഗിൾ ഡബിൾ ബോണ്ടിന് കാരണമാകുന്നത്. ബെൻസീൻ റിംഗിലെ ഡബിൾ ബോണ്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ആണ്. അപ്പൊ ഈ pz ഓർബിറ്റൽസിനെ മാത്രം ഒന്ന് വരച്ചു നോക്കാം. അപ്പോ ഓരോ കാർബണിലും അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് നിൽക്കുന്നുണ്ട്. Unhybridized pz orbitals. ഈ pz orbitals ആണ് പൈ ബോണ്ടിന് കാരണമാകുന്നത്. ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അൺലോക്കലൈസ്ഡ് ഡീലോക്കലൈസ്ഡ് ആണ്. അതായത് ഒരിടത്ത് മാത്രം നിൽക്കുകയല്ല, അത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ 2 p ഓർബിറ്റൽസ് അത് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരു p ഓർബിറ്റല് pz അറ്റോമിക് ഓർബിറ്റൽ ഇത് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഇത് പരസ്പരം ഇങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. ലാറ്ററൽ ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ ഒരു പൈ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോ ഒരു pz ഓർബിറ്റല് അടുത്ത pz ഓർബിറ്റല്
രണ്ടും ഇതാ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് എന്തുണ്ടാകും? ഒരു ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു. അതിനകത്തുള്ള ഇലക്ട്രോൺസ് അങ്ങനെ 6 കാർബണിന്റെയും എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്ത് ഇതിനകത്തുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നിൽക്കുകയല്ല, അത് മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് ഒരിടത്ത് മാത്രം ലോക്കലൈസ് ചെയ്യല്ല. ഡബിൾ ബോണ്ട് ഒരിടത്ത് മാത്രമല്ല, ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് നമുക്ക് ഇട്ടുകൊടുക്കാം. അത് മൊത്തത്തിൽ ഇതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ഇലക്ട്രോൺസിന്റെ ഒരു ക്ലൗഡ് പോലെയാണ് കാണപ്പെടുന്നത്. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഓർബിറ്റൽസ് ഒരു പ്ലെയിനിലായിട്ടായിരിക്കും നിൽക്കുന്നത്. അതിന്റെ മുകളിലും താഴെയും ഈ ഇലക്ട്രോൺസ് ഒരു ക്ലൗഡ് പോലെ കാണപ്പെടുന്നു. ഓക്കെ, ആ ഇലക്ട്രോൺ ക്ലൗഡ് ആണ് നമ്മളിവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് രേഖപ്പെടുത്തുന്നത്. കിട്ടിയോ? നമ്മൾ അത് എങ്ങനെ വരയ്ക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാം. സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യാണ്. ഇങ്ങനെ മുകൾ ഭാഗത്ത് ഒരു ഇലക്ട്രോൺ ക്ലൗഡ് പോലെ വന്നു. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഒരു ഇലക്ട്രോൺ ക്ലൗഡ്. ഓക്കെ, ഇങ്ങനെ ബെൻസീൻ റിംഗിന്റെ എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിനില് ഇലക്ട്രോൺ ക്ലൗഡ്സ് പോലെ കാണപ്പെടുന്നു. ഇതാണ് ബെൻസീൻ റിംഗിന്റെ അരോമാറ്റിസിറ്റിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ്. ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ് ആയതുകൊണ്ടാണ് ഇതിനെ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. Okay, ഈ pi electrons that delocalized above and below the plane of the benzene ring. Okay, this is responsible for the aromaticity of benzene ring. ഈ benzene ringന് planar structure ആണ്. അതായത് ഒറ്റ പ്ലെയിനില് ഇരിക്കുന്നു. sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ബെൻസീൻ റിംഗിലുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 1.09 ആങ്സ്ട്രം. ഈ കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 1.39 ആങ്സ്ട്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബെൻസീൻ റിംഗിന്റെ ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സിംപ്ലി നമുക്ക് ബെൻസീൻ റിംഗിനെ ഇങ്ങനെ അടയാളപ്പെടുത്താം. അപ്പൊ ബെൻസീൻ റിംഗിന്റെ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? കാർബൺ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. The benzene ring, the carbon in the benzene ring undergo sp2 hybridization. 1 s orbital and 2 p orbitals undergo hybridization to get a new set of hybrid orbitals, sp2 hybrid orbitals. And the carbon bond length is 1.39 angstrom. Carbon hydrogen bond length is 1.09 angstrom. It is a planar structure. It is having a planar structure. One of the sp2 hybrid orbital combines with the s orbital of hydrogen atom and forms sigma bond. And the remaining two sp2 hybrid orbitals combines with the neighboring carbon atoms to form another sigma bonds. Total, there are 3 sigma bonds in a single carbon atom. For one carbon atom, there forms 3 sigma bonds. Okay. Then the unhybridized p orbitals that lies above and below the plane of the benzene ring forms an electron cloud above and below the plane.
that is responsible for the aromaticity of benzene ring.